3000-ത്തിലധികം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രമുള്ളത്. ഇവിടെ പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കുന്നു മഹാദേവൻ. രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് ഇവിടെയുള്ളത്. ഗംഗാഗൗരിയോട് കൂടിയുള്ള പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലേത്. ജലത്തിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ശിവലിംഗവും ശ്രീകോവിലും നമസ്കാര മണ്ഡപവും ഇവിടെ കാണാൻ സാധിക്കും. ശ്രീകോവിലിനുള്ളിലുള്ള ഉറവ പൊട്ടിയാണത്രേ ഇവിടം ജലത്തിന് അടിയിലായത്. ഗംഗാജലത്തിൻ്റെ പരിപൂർണ സാന്നിധ്യം വള്ളുവനാട്ടിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു. ശ്രീകോവിലിൽ നിന്നും പൊടിഞ്ഞ ഉറവ ദേവഗംഗയായി ക്ഷേത്രത്തെ വലം ചുറ്റി കിടക്കുന്നു. ഭക്തർക്ക് പോലും തൊടാൻ അനുവാദമില്ലാതെ. മേൽശാന്തി മാത്രമാണ് ഇവിടെ ജലത്തിൽ ഇറങ്ങി നടക്കുക, അതും പൂജാ ആവശ്യങ്ങൾക്ക് മാത്രമായി. ഈ ചുറ്റമ്പലത്തിലുള്ള ജലം ശ്രീകോവിലിൽ ഉള്ള വിഗ്രഹവുമായി ബന്ധമുള്ളതിനാൽ അതിൽ തൊട്ടുകഴിഞ്ഞാൽ അശുദ്ധി വരുമെന്നും ശിവലിംഗത്തിന് ശക്തിലോപം സംഭവിക്കുമെന്നുള്ളത് കൊണ്ടാണ് ആരും ഈ ജലത്തെ സ്പർശിക്കാൻ പോകാറില്ല.